ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഹിച്ചയ്ക്കിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ല തണുപ്പുള്ള ക്ലൈമറ്റാണ് ഇപ്പോൾ ബഹറിൽ. നല്ല തണുപ്പുണ്ട്, നല്ല മഴയുണ്ട്. ഈ 2-3 വർഷത്തെ കമ്പയർ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ മഴ കിട്ടിയത് ഈ ഒരു വർഷമാണ്. അതുമാത്രമല്ല, നല്ല തണുപ്പും. അപ്പോൾ ഇവിടെ നിന്നൊക്കെ മിനിസ്ട്രിയിൽ നിന്നൊക്കെ ഇങ്ങനൊരു ഇത് വന്നിട്ടുണ്ടായിരുന്നു, ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഇന്ന് തേഴ്സ്ഡേ നല്ല തണുപ്പായിരിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ 10 ഡിഗ്രി താഴെയൊക്കെ പോകുമെന്ന് പറഞ്ഞു. അതൊക്കെ നമുക്ക് ബഹറിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തണുപ്പാണ്. സത്യം പറയില്ല, ഇപ്പം ഓഫീസിലാണ് ഇരിക്കുന്നത്. ഇവിടെ ഈ വിൻഡോ ഒക്കെ തുറന്നിട്ട് വെളിയിലോട്ടിരിക്കുമ്പോൾ തന്നെ നല്ല തണുപ്പാണ് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഈ തണുപ്പ് സമയത്ത് തന്നെ നമുക്ക് ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള ആഹാരങ്ങൾ കഴിക്കണമെന്ന് ആഗ്രഹമാണ്, അല്ലേ? അപ്പോൾ ഭക്ഷണം കഴിക്കണമെന്നുണ്ടെങ്കിൽ പറയുകയാണെങ്കിൽ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ചിലർക്ക് ഈ മഴ പെയ്യുമ്പോഴോ അല്ലെങ്കിൽ നല്ല തണുപ്പുള്ള സമയത്തോ ഐസ്ക്രീം കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരിക്കും. അപ്പോൾ വേറെ ചിലർക്കെന്ന് പറഞ്ഞാൽ കട്ടൻ കാപ്പിയും പരിപ്പോടെയും കഴിക്കണമെന്ന് ആഗ്രഹമാണ്, നല്ല ചൂട് കട്ടൻ കാപ്പിയും പരിപ്പോടെയും. അപ്പോൾ മറ്റു ചിലർക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പഴംപൊരിയും ചായ, അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റാണ്. അപ്പം ഓരോരുത്തർക്ക് ഓരോ ടേസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഇതിലേത് കിട്ടിയാലും ഞാൻ കഴിക്കും കേട്ടോ. ഞാനിതൊന്നും എടുത്തില്ല, ഞാൻ എല്ലാം കഴിക്കും, ഒന്നും പോലും സ്കിപ്പ് ചെയ്യില്ല കഴിക്കുന്ന കാര്യത്തിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത്, ഇപ്പോൾ എനിക്ക് പെട്ടെന്ന് വേറൊരു ആഗ്രഹം, നല്ലൊരു പഴകിഞ്ഞ് കുടിച്ചാലുണ്ട്. യെസ്, പഴകിഞ്ഞ്. നമ്മൾ നാട്ടിലൊക്കെ ആയിരുന്ന സമയത്ത് പഴകിഞ്ഞ് കുടിക്കുമായിരുന്നു, അല്ലേ? ഞാൻ കുടിക്കുമായിരുന്നു. ഞാൻ എന്നും കുടിക്കത്തില്ലായിരുന്നു, എന്നാലും ലീവുള്ള ദിവസങ്ങളൊക്കെ കുടിക്കും. സ്കൂളിൽ പോകാത്ത അല്ലാതുള്ള സമയത്തൊക്കെ കുടിക്കുമായിരുന്നു. അപ്പോൾ കുടിക്കാന്ന് പറഞ്ഞാൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും കഴിച്ച് കഴിഞ്ഞിട്ട് ഒരു 11 മണി ആ റേഞ്ചിലൊക്കെ ആയിരിക്കും പഴകിഞ്ഞ് കഴിക്കുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ഓരോ 2-3 മണിക്കൂർ ഇടപെട്ട് ഫുഡ് കഴിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ ഫുഡ് കഴിക്കുമ്പോൾ പഴകിഞ്ഞ് കഴിക്കുമ്പോൾ സമയത്ത് ഒരു അടച്ചുവെട്ടി എന്ന് പറഞ്ഞൊരു ചെറിയൊരു തടി പോലുള്ള കഷ്ണമുണ്ട്. അപ്പോൾ ആ തടിയാണത്. അപ്പോൾ അതിനകത്താണ് നമ്മളിങ്ങനെ കാന്താരിയൊക്കെ വെച്ച് ഉടയ്ക്കുന്നത്. അതിനകത്ത് കാന്താരിയൊക്കെ വെച്ച് ഉടച്ചിട്ട് നല്ല തലേദിവസത്തെ മീൻകറി കാണും, അതിൻ്റെ കൂടെ മീൻ വറുത്തത് നല്ല ഉണക്കമീൻ കാണും. പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തലേദിവസത്തെ ചക്കപ്പുഴുക്കോ അല്ലെങ്കിൽ കപ്പപ്പുഴുക്കോ അങ്ങനെ എന്തെങ്കിലും കാണും. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നല്ല തൈരും കൊണ്ടൊഴിച്ചിട്ട് ആ കാലത്ത് ഇതിലെ കാലത്തിൽ നിന്ന് ആ ചോറ് എടുത്തിട്ട് കഴിക്കുമ്പോൾ ഒരു അടിപൊളി ടേസ്റ്റാണ്. നമുക്ക് പ്രത്യേക ഫീലാണ്, അല്ലേ? അങ്ങനെ ഒരു പഴകിഞ്ഞ് കുടിക്കുമ്പോൾ. അപ്പോൾ ഇങ്ങനെ ഓഫീസിൽ ഇരുന്നപ്പോൾ എനിക്ക് പെട്ടെന്നൊരു ആഗ്രഹം, ഈ തണുപ്പത്ത് ഇച്ചിരി പഴകിഞ്ഞ് കുടിക്കണം. നമ്മൾ വീട്ടിൽ ഞങ്ങളിവിടെ കുറേ ട്രൈ ചെയ്ത് നോക്കി, പക്ഷേ നമുക്ക് ആ ഒരു ടേസ്റ്റ്, വീട്ടിൽ കഴിക്കുന്ന ടേസ്റ്റ് കിട്ടിയില്ല. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ പെട്ടെന്ന് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ നോക്കിയപ്പോൾ ഒരു പേജ് കണ്ടു, നല്ല പഴങ്ങിഞ്ഞി കിട്ടുന്നൊരു സ്ഥലം. അപ്പോൾ വീട്ടിലെ ടേസ്റ്റ് പോലെ തന്നെ അവിടെ പഴങ്ങിഞ്ഞി കിട്ടുന്നവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്നാ വിചാരിച്ചു, ഒന്നും നോക്കുന്നില്ല, നേരെ ഇന്ന് വൈകിട്ട് ഡ്യൂട്ടി കഴിഞ്ഞ് നേരെ പോകുന്നു, അവിടെ നിന്ന് പഴങ്ങിഞ്ഞി കഴിക്കുന്നു. അപ്പോൾ ഈ ഒരു തണുപ്പ് സമയത്ത് നമുക്ക് അവിടുത്തെ പഴങ്ങിഞ്ഞി വിശേഷങ്ങളും അവിടുത്തെ ടേസ്റ്റൊക്കെ എങ്ങനെയുണ്ടെന്ന് ഞാൻ പോയി നോക്കട്ടെ. എനിക്ക് ആ വീട്ടിലെ ടേസ്റ്റ് കിട്ടുന്നുണ്ടോ ഇല്ലെന്നുള്ള കാര്യം ഞാൻ എൻ്റെ വീഡിയോയിൽ പറയും. അപ്പോൾ നിങ്ങൾ പഴങ്ങിഞ്ഞി കുടിക്കാനൊക്കെ പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. കണ്ടില്ലേ, വേറെ നല്ല അടിപൊളിയാണ് ക്ലൈമറ്റ്. കണ്ടില്ലേ, ആകാശമൊക്കെ നല്ല കാർമേഘങ്ങൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എപ്പോൾ വേണേലും മഴ പെയ്യാന്നുള്ള രീതിയില്ല. അപ്പോൾ ഇങ്ങനെ ഓഫീസിൽ ഇരിക്കുന്നു, ഡ്യൂട്ടി കഴിഞ്ഞ് ഇപ്പോൾ വീട്ടിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ നേരെ പഴങ്ങിഞ്ഞി കുടിക്കും. അപ്പോൾ ഈ ഒരു തണുപ്പത്ത് ഈ ഒരു മഴ പെയ്യുന്ന ഇന്ന് രാത്രി മഴ പെയ്യുമായിരിക്കും എന്തായാലും. അപ്പോൾ ഈ ഒരു സമയത്ത് പഴങ്ങിഞ്ഞിയുടെ വിശേഷങ്ങളായിട്ടൊക്കെ ഞാൻ വരാം. ഓക്കെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് പോയി പഴങ്ങിഞ്ഞി കുടിച്ചിട്ട് വരാം. അങ്ങനെ ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഇറങ്ങിയപ്പോൾ തന്നെ നല്ല കിഡിലെ മഴ പെയ്തു. ഞാൻ പറഞ്ഞില്ലേ മഴ പെയ്യുന്നത്. അപ്പോൾ നല്ല മഴ പെയ്തിട്ടുണ്ട്. മഴയൊക്കെ കണ്ടുകൊണ്ട് നമുക്ക് നേരെ പോയിട്ട് പഴങ്ങിഞ്ഞി കുടിക്കാം. അപ്പോൾ വീട്ടിൽ പോയിട്ട് എല്ലാവരും എടുത്തുകൊണ്ടായിരിക്കും പോകുന്നത്. അപ്പോൾ നമുക്ക് മഴ കണ്ടുകൊണ്ട് യാത്ര ചെയ്യാം. അങ്ങനെ നമ്മൾ മഹാരാജ എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ പറയുന്നത് നമ്മുടെ പഴങ്ങിഞ്ഞി കഴിക്കാൻ വേണ്ടിയിട്ട്, അതിൻ്റെ ടേസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഓടി എത്തിയതാണ്. ഡ്യൂട്ടി കഴിഞ്ഞ് നേരെ ഇറങ്ങി വരുന്ന വഴിക്ക് നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, സൂപ്പറായിരുന്നു. എന്തായാലും ഇവിടെ വന്നപ്പോൾ തന്നെ ഇവരുടെ മെനു കണ്ടപ്പോൾ നമ്മുടെ ഈ ന്യൂസ് പേപ്പറൊക്കെ ഇല്ലേ, ആ കൈൻഡ് ഓഫ് രീതിയിലാണ് അവർ മെനു ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പഴങ്ങിഞ്ഞി പറഞ്ഞിട്ടുണ്ട്. ഇവരുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് പഴങ്ങിഞ്ഞിയാണ്. അപ്പോൾ അമ്മച്ചിയുടെ പഴങ്ങിഞ്ഞി എന്ന് പറഞ്ഞാൽ കണ്ടില്ലേ ഇതിനകത്തുണ്ട്. അപ്പോൾ അതാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഞങ്ങൾ മൊത്തം 4 പേരുണ്ട്. അതിൽ ഒരു പഴങ്ങിഞ്ഞി മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്, എനിക്ക് കഴിക്കാൻ വേണ്ടി മാത്രം. പിന്നെ അല്ലാതെ ഇതിൻ്റെ കൂടെ നമ്മൾ സൈഡ് ഡിഷ് ആയിട്ട് വേറെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതായത് ഫിഷ് കാന്താരി പറഞ്ഞിട്ടുണ്ട്. പിന്നെ ചിക്കൻ ഐറ്റംസ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചിക്കൻ്റെ ഒരു ഡിഷ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അല്ലാതെ ബീഫാണെങ്കിലും ബീഫ് ചട്ടി വറവൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്.
പിന്നെ അങ്ങനെ കുറേ ഡിഷസ് വെജിൻ്റെ കബാബ് പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ സൈഡ് ഡിഷായിട്ട് കുറേ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടി കുഴിച്ച നമ്മുടെ പൊറോട്ട അങ്ങനെ എല്ലാം കൂടെ മിക്സ് ചെയ്താണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തായാലും എൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞത് പഴങ്കഞ്ഞി കഴിക്കുക, അത് ടേസ്റ്റ് ചെയ്ത് നോക്കുക. നമുക്ക് വീട്ടിൽ കിട്ടുന്ന പോലെ നാട്ടിൽ നമ്മുടെ വീട്ടിൽ കിട്ടുന്ന ആ പഴങ്കഞ്ഞിൻ്റെ ടേസ്റ്റ് കിട്ടുന്നു വലിയ നോക്കാം. അപ്പോൾ അവർ ചട്ടിയിൽ തന്നെയാണ് എല്ലാം സെർവ് ചെയ്യുന്നതെന്ന് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്ക് പഴങ്കഞ്ഞി വരട്ടെ, ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ബാക്കി വിശേഷങ്ങൾ അറിയാം. ഇത് ബുസൈറ്റിലാണ് ഈ റെസ്റ്റോറൻറ്റ് ഉള്ളത്, ബുസൈറ്റിലാണ്. അപ്പോൾ അവരുടെ ലൊക്കേഷനും അതേപോലെ ഇൻസ്റ്റാഗ്രാം ഡീറ്റെയിൽസും ഒക്കെ നമ്മുടെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കാണും. അപ്പോൾ അവിടെ നിൽക്കുക. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ ഓർഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ട്. പക്ഷേ പഴങ്കഞ്ഞിയൊക്കെ വന്നിരുന്ന് തന്നെ കഴിക്കണം. ഓർഡർ ചെയ്യുമ്പോൾ അവർ ആ കണ്ടെയ്നറിനകത്തായിരിക്കും നമുക്ക് തരുന്നത്. ഇവിടെ വന്നിരുന്ന് കഴിച്ചാൽ അവർ ആ ചട്ടിക്കകത്തായിരിക്കും തരുന്നത്. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് വേറെ ആയിരിക്കും. ഓക്കെ. പിന്നെ അല്ലാതെ ഇവർക്ക് ബാംബു ബിരിയാണി ഉണ്ട്. ബാംബു ബിരിയാണിയാണെന്ന് പറഞ്ഞാലും അവർ ബാംബുവിനകത്ത് തന്നെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് ലീഫിനകത്ത് വാഴയിലേക്കകത്ത് തന്നെ അവരത് സെർവ് ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരുപാട് വെറൈറ്റി ഡിഷസ് ഉണ്ട്. എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഡിഷസ് വരട്ടെ, വന്നിട്ട് നമുക്ക് ബാക്കി വിശേഷങ്ങൾ അറിയാം. അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്ത നമ്മുടെ പഴങ്കഞ്ഞി വന്നിട്ടുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ. ചട്ടി ഞാനെടുത്തു റൗണ്ട് ഷേപ്പിലുള്ള ചട്ടിയാണ്. ഇതിങ്ങനെ നമുക്ക് പിടിച്ചിട്ട് എന്തിനറിയാം, അവസാനം ഇങ്ങനെ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ടായിരിക്കും മൊത്തം. എന്തായാലും അടിപൊളിയാണ്. നല്ല ചട്ടിക്കകത്ത് വന്നിട്ടുണ്ട്. അതിലൂടെ അവിയലുണ്ട്, മീൻ വറുത്തതുണ്ട്, ബീഫുണ്ട്, കടലയുണ്ട്, ചമ്മന്തിപ്പൊടിയുണ്ട്, അങ്ങനെ കുറേ ഡിഷസ് വേറെ ഉണ്ട്. പിന്നെ മീൻകറിയുണ്ട്, മീൻകറിയുണ്ട്, മോരുണ്ട്, നമ്മുടെ മോരുകറിയുണ്ട്, പിന്നെ ആവശ്യത്തിന് കൊടുക്കാം. ഇതിനകത്ത് തന്നെ അച്ചാർ ഇട്ടിട്ടുണ്ട്, തൈര് ഇട്ടിട്ടുണ്ട്, പച്ചമുളക് 2 ഉണ്ട്, പിന്നെ കൊച്ചുള്ളിയും വെച്ചിട്ടുണ്ട്. ഓക്കെ. നമുക്കതിപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് ഇളക്കി ഒന്ന് പിടിച്ച് നോക്കാം. എന്നിട്ട് 1 by 1 കഴിച്ച് നോക്കാം. അപ്പം ശരി. നല്ല തണുപ്പുണ്ട് കേട്ടോ വെള്ളത്തിനൊക്കെ. നമുക്കൊരു കൊച്ചുള്ളി കൂട്ടി പിടിച്ച് നോക്കാം. അതുകൊണ്ട് ഇച്ചിരി ഉപ്പിൻ്റെ പുറത്ത് ഉപ്പ് അങ്ങ് ഇട്ട് കൊടുക്കാം. അതിന് വേണ്ടി അവർ ഉപ്പിടെ പിടിച്ചിട്ട് അപ്പോൾ ഉപ്പെല്ലാം ഇട്ട് നമ്മളൊരു പച്ചമുളകും കൊച്ചുള്ളി ചോറുടെ ഇട്ട് ഒരു പിടി പിടിച്ചോളാം. ടേസ്റ്റോ കുറച്ച് കപ്പപ്പുഴുക്കാണേ. കപ്പപ്പുഴുക്ക് മീൻചാറ് മാത്രം ടേസ്റ്റ് ആദ്യം നോക്കട്ടെ എങ്ങനെ ഉണ്ടേ. പക്ഷെ മീൻചാറ് ഒഴിക്കാം നമുക്ക് ഇതിനകത്തൊക്കെ. കപ്പയിട്ട് ലേശം മീനൂടെ മുറിച്ച് ഒരു പിടി പിടിച്ച് നോക്കാം. വീട്ടിൽ കഴിക്കുന്ന പഴങ്കഞ്ഞിയുടെ ആ മണവും ആ രുചിയും കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ സെയിം സംഭവം ഞങ്ങൾ വീട്ടിൽ ഉണ്ടാക്കി. ഇവിടെ നമ്മുടെ ബഹറിൻ്റെ വീട്ടിൽ വെച്ച് നോക്കിയിട്ട് കിട്ടിയില്ല, നമുക്ക് ആ ടേസ്റ്റ് കിട്ടിയില്ല. പക്ഷേ ഇതിപ്പോൾ നമ്മളിവിടെ വന്ന് ഇത് കഴിച്ചപ്പോൾ നാട്ടിലുണ്ടാക്കുന്ന ആ സെയിം ടേസ്റ്റും ആ സെയിം മണവും നമ്മുടെ വീടുകളിൽ ഉണ്ടാക്കുന്നില്ല. പിന്നെ ഇത് ഓരോന്നായിട്ട് ടേസ്റ്റ് നോക്കണം എന്തൊക്കെയാണെന്ന്. ചമ്മന്തിപ്പൊടിയുണ്ട്, കടലയുണ്ട്. കടല ഇളക്കി ഒരു പിടി പിടിച്ചു. അതാകുമ്പോൾ നമുക്ക് റൈസും കിട്ടും, അതിൻ്റെ കൂടെ ഇടയ്ക്കിടയ്ക്ക് കടിക്കാൻ വേണ്ടിയിട്ട് കടലയും കിട്ടും. എല്ലാം ഒന്നിച്ച് നമ്മൾ മോരുകറി ഒഴിച്ചത്, നമ്മൾ പച്ചമോര് തൈര് ഇതിനകത്ത് ഓൾറെഡി ഉണ്ട്. നമുക്ക് ഇച്ചിരി മോരുകറി ഒഴിച്ച് നോക്കാം. മോരുകറി ഒഴിച്ചു എന്നിട്ട് ഉണക്കമീൻ നല്ല മീൻ വറുത്തതുണ്ട്, അതും ഒരു ബീഫ് ഫ്രൈ ചെയ്തിട്ടുണ്ട്, അതും ഇതിനകത്ത് തന്നെ പച്ചമുളക് വരുന്നുണ്ട്. എല്ലാം കൂടി ഇട്ടിട്ട് ഒരു പിടി പിടിച്ച് നോക്കാം.
നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. വെറുതെ പറയുന്നതല്ല, നിങ്ങളിവിടെ വന്ന് ഇത് ജസ്റ്റ് ഒന്ന് കഴിച്ചു നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടില്ലെന്നുണ്ടെങ്കിൽ പൂർണ്ണ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കാം. അതുകൊണ്ടാണ് പറഞ്ഞത്, എനിക്ക് അതുപോലെ ഇഷ്ടപ്പെട്ടു. വെറുതെ പറയുന്നതല്ല, നല്ല പഴയത്. നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് ഉണ്ടാക്കിയത്. ആ ടേസ്റ്റ് വന്നിട്ട് മണവും എല്ലാം. ഇത് ചെമ്മീൻ ചമ്മന്തിയാണ്. ചെമ്മീൻ ചമ്മന്തി നല്ല ടേസ്റ്റ്. അപ്പം നമ്മുടെ വീടുകളിലാണെങ്കിൽ നോർമലി ഒരു മീൻകറിയാണ്, തലേ ദിവസം ഉണ്ടാക്കിയ ചക്കയോ കപ്പപ്പുഴുക്ക് അത് കാണും, കുറച്ച് തൈര് കാണും, പിന്നെ നല്ല കാന്താരി. ഞാൻ മുമ്പ് ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കാന്താരി അരച്ച് ചേർത്ത് ഉറച്ച് അത് കാണുന്നത് അല്ലേ. അപ്പം ഇവിടെ നമുക്ക് എല്ലാ അത്യാവശ്യം കപ്പപ്പുഴുക്ക്, പയറിന് ഞാൻ ഇതിൻ്റെ ടേസ്റ്റ് കിട്ടുന്നത്. ഇത് പയറാണ്. രസമുണ്ട്. ഇതെല്ലാം കൂടെ ഒരു ജമ്പ് ഓരോന്നും മിക്സ് ചെയ്യാം നമുക്ക് ഒരുമിച്ച്. എന്നിട്ടൊരു പിടി പിടിക്കാം. ചമ്മന്തിപ്പൊടി, ചെമ്മീൻ ചമ്മന്തി, കടല, ബീഫ്, മീൻ വറുത്തത്, അപ്പോൾ എല്ലാം ഇട്ടിട്ടുണ്ട്. ഞാൻ മീൻ ചാറോട് ഒഴിക്കുവാണ്. നല്ല പുളിയിട്ട് നല്ല മീൻ കറി കേട്ടോ. പിന്നെ നമ്മുടെ മൂരി കറി ഇത്രയും കൂടി ഇട്ടിട്ട് അപ്പം ഇപ്പം തന്നെ കളർ ഞാൻ നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിക്കട്ടെ. ഇത് നമുക്കിങ്ങനെ പിടിയുള്ള നന്നായി പിടിച്ച് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള കണ്ടില്ലേ. അപ്പം ഇത്രയും നമ്മൾ ഇട്ടിട്ട് ഒരുമിച്ച് മിക്സ് ചെയ്ത് കഴിക്കാൻ വേണ്ടി പോവാം. സൂപ്പർ. ഇനി ഞാൻ ഇവർക്ക് കൊടുത്തില്ലെങ്കിൽ ചിലപ്പോൾ ഇവരെന്നെ തന്നെ വിളിക്കും. കുറേ നേരം നോക്കിയിരിക്കും. അപ്പം ഞങ്ങൾ ഇത് കഴിച്ച് തീർന്നോട്ടെ. എന്നിട്ട് സൈഡ് ഡിഷ് പറഞ്ഞേക്കുന്നത് അതെന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അപ്പം എൻ്റെ മെയിൻ ടാർഗറ്റ് എന്ന് പറയുന്നത് ഇവിടെ വരിക, പഴനി കഴിക്കാനായിരുന്നു. ആ ആഗ്രഹം സാധിച്ചു. നല്ല ടേസ്റ്റുണ്ട്, സൂപ്പറായിരുന്നു. ഇത് നമുക്കിത് കഴിച്ച് തീർത്തിട്ട് ബാക്കി ഡിഷസ് നോക്കാം. അപ്പോൾ ഇൻ ബിറ്റ്വീൻ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് നമ്മൾ പറഞ്ഞ ബാക്കി ഡിഷസ് എല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഉണ്ട് നമുക്ക് ഇവിടെ നിന്ന് പറഞ്ഞു. ഇത് അടിമാലി ചിക്കൻ വറവലാണ്. ഓക്കെ, ഇത് ഫിഷ് കാന്താരിയാണ്. പിന്നെ ഇത് വെജ് കബാബാണ്. പിന്നെ അതിനുള്ള മയോണീസും അതിനുള്ള സോസും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ബീഫ് വറവൽ എന്ന് പറഞ്ഞില്ല, ബീഫ് വറവൽ അത് വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ പൊറോട്ട, ആലു പൊറോട്ട, അങ്ങനെ നമ്മുടെ നാടൻ പൊറോട്ട എല്ലാം വരുന്നത്. അപ്പോൾ ഇത്രയും ഡിഷസാണ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഏകദേശം എൻ്റെ പഴങ്ങഞ്ഞി തീർന്നു. എൻ്റെ വെള്ളം ഇടും. അപ്പോൾ അത് വേറെ കുളത്തിലിങ്ങനെ പഴങ്ങഞ്ഞി കൊടുക്കാൻ പറ്റില്ല. കണ്ടില്ലേ, ഇതിനകത്ത് വെള്ളവും എല്ലാമായിട്ടാണ് കൊണ്ടുവരുന്നത്. ഓക്കെ, അത് എടുക്കാൻ വേണ്ടിയിട്ട് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിതുപോലെ ഒരു ചിരട്ട തവി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ചിരട്ട തവിയിൽ ഇങ്ങനെ ചോറ് വാരിയെടുക്കുക. വാരിയെടുത്ത ആവശ്യമുള്ള ചോറ് സെർവ് ചെയ്യുക ചട്ടിയിലേക്ക്. തിരിച്ച് വെച്ചിട്ട് മീൻകറിയൊക്കെ എനിക്ക് ഇഷ്ടം രണ്ടാമത് കൊണ്ടുതന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടെ ഒഴിച്ച് പിടിച്ചു. അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്ത ഡിഷസ് എല്ലാം കഴിച്ചു കഴിഞ്ഞു. നല്ല രീതിയിൽ വയറ് നിറഞ്ഞു. എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമായത് ഇവിടെ വന്നിട്ട് പഴകഞ്ഞി കഴിച്ചതാണ്. വെറുതെ ആയില്ല, നമ്മൾ അവിടെ നിന്ന് വണ്ടി ഓടിച്ച് ഇവിടെ വരെ വന്ന് കഴിച്ച് നോക്കിയത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പഴകഞ്ഞി. നിങ്ങൾ ഉറപ്പായിട്ടും വന്ന് ട്രൈ ചെയ്ത് നോക്കുക. പഴകഞ്ഞി ഇഷ്ടപ്പെടുന്നവർ വന്ന് കഴിച്ച് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ പറയുക. നിങ്ങൾ എന്തായാലും വിഷമിക്കത്തില്ല, നിങ്ങൾക്ക് നല്ല സന്തോഷമാണ്, നല്ല ടേസ്റ്റാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്. പിന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ അല്ലാതെ പറഞ്ഞത് ബീഫ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബീഫ് വറവൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫിഷ് കാന്താരി പറഞ്ഞിട്ടുണ്ടായിരുന്നു, പിന്നെ ഒരു ചിക്കൻ്റെ കറി പറഞ്ഞിട്ടുണ്ടായിരുന്നു,
ബീഫ് നല്ലതായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതിനകത്ത് നമ്മുടെ ബീഫ് ഫ്രൈ എന്ന് പറയുമ്പോൾ അതിനകത്ത് നമ്മുടെ എന്താണ് തേങ്ങാക്കൊത്തൊന്നും കിട്ടിയില്ല. അതിൻ്റെ ചെറിയൊരു വിഷമമുണ്ട്. തേങ്ങാക്കൊത്തൊക്കെ എക്സ്പെക്ട് ചെയ്തിട്ടാണ് ഞാൻ ബീഫ് ഫ്രൈ പറഞ്ഞത്, പക്ഷെ അത് കിട്ടിയില്ല. പിന്നെ ഫിഷ് കാന്താരി പറയുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അത്. പിന്നെ ചിക്കനും കുഴപ്പമില്ലായിരുന്നു, എനിക്ക് അത്ര വലുതായിട്ട് ഇഷ്ടപ്പെട്ടില്ല ചിക്കൻ കറി. ബാക്കിയെല്ലാം അടിപൊളിയായിരുന്നു. ആലു പൊറോട്ട അടിപൊളിയായിരുന്നു, പിന്നെ നമ്മുടെ പൊറോട്ട അടിപൊളിയായിരുന്നു, വെജ് കബാബ് അടിപൊളിയായിരുന്നു. അപ്പോൾ വന്ന് നോക്കുക, നിങ്ങൾ എല്ലാ ഡിഷസൊക്കെ നോക്കിയിട്ട് പറയുക. ഫിഷ് ഇഷ്ടപ്പെടുന്ന കാന്താരി ഫിഷ് പറയുക, നല്ലതാണ്. ബീഫ് നല്ലതാണ്. അതിനകത്ത് എനിക്ക് തേങ്ങക്കൊത്ത് കിട്ടിയില്ല എന്നുള്ള ഒറ്റ കംപ്ലൈൻറ്റേ ഉള്ളൂ. എനിവേ ഞാൻ വന്നത് പഴങ്ങി കഴിക്കാനാണ്, കഴിച്ചു, ഇഷ്ടപ്പെട്ടു, അടിപൊളിയായിരുന്നു. നിങ്ങളിവിടെ വരാൻ വേണ്ടി ശ്രമിക്കുക, വന്ന ടേസ്റ്റ് നോക്കുക, എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള കാര്യം പറയുക. ഈ തണുപ്പ് സമയത്തൊക്കെ നമ്മൾ പഴങ്ങി നീങ്ങി നടിക്കുമ്പോൾ നല്ലൊരു സുഖമാണ്. നമ്മുടെ നമുക്ക് വയറിനകത്തും നല്ല തണുപ്പ്, വെളിയിലും നല്ല തണുപ്പ്. ഡെയിലി പഴങ്ങി കഴിച്ചാൽ വണ്ണം വെക്കും, ഡെയിലി പഴങ്ങി കഴിച്ചാൽ നല്ല ഭയങ്കര ശരീരമൊക്കെ ആവും എന്നൊക്കെ പറയുന്നുണ്ട്. എങ്കിലും പഴങ്ങി കഴിച്ചാൽ നല്ലൊരു ഉന്മേഷമാണ് എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ പഴങ്ങി കഴിച്ചാൽ ചുമ്മാ ഇരുന്ന് കഴിഞ്ഞാൽ കുടവയറ് വരും, വല്ല പണിക്കും പോകണം. പണ്ടുള്ളവരൊക്കെ പഴങ്ങി കഴിച്ചിട്ട് നല്ല രീതിയിൽ എവിടെ കൃഷി ചെയ്യാനും കളിക്കാനൊക്കെ പോകാൻ. അതുകൊണ്ടാണ് അവർക്കൊക്കെ നല്ല സ്ട്രോങ് ശരീരം ഉണ്ടായിരുന്നു. പലയിടത്ത് വായിച്ചറിഞ്ഞിട്ടുള്ളൂ, ഇങ്ങനെ കണ്ടിട്ടുള്ളൂ, അതാ പറഞ്ഞത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഒരുപാട് പേർക്ക് ഷെയർ ചെയ്ത് നോക്കുക. റീസെൻ്റ്ലി ഓപ്പൺ ചെയ്ത ഒരു റെസ്റ്റോറൻ്റാണിത്. അപ്പോൾ ഇവിടെ വന്ന് വിസിറ്റ് ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെന്നുള്ള കാര്യം പറയുക. നല്ലൊരു ആംബിയൻസ് ആണ് ഇവിടെ വന്നിരിക്കുന്നത് കേട്ടോ. ഒരുപാട് ഫാമിലീസൊക്കെ ഞാൻ വന്നപ്പോൾ തന്നെ കണ്ടു വന്നിട്ട് കഴിക്കുന്നതൊക്കെ. എന്തായാലും വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് നോക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അപ്പോൾ ശരി, വ്യത്യസ്ത വീഡിയോകളും പൊതുവെയുള്ള കാഴ്ചകളുമായിട്ട് നമുക്ക് അടുത്ത ആഴ്ച കാണാം. അതുവരേക്കും ഏവർക്കും ഹിറ്റ്ചേക്കിംഗ് ടേക്ക് ഇറ്റ് ബൈ.